ഹലോ എവരി വൺ. ഇന്ന് ലൈനിങ് ബ്ലൗസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സാരിയുടെ മുന്താണിയാണ്. ഇതാണ് ബ്ലൗസ് പീസ്. ഇത് ബ്ലൗസ് പീസിൽ ആദ്യം നമ്മൾ ലൈനിങ് ആണ് വെട്ടുന്നത് കേട്ടോ. ആദ്യം ലൈനിങ് വെട്ടിയിട്ട് അതിന് ശേഷമാണ് നമ്മൾ നല്ല തുണിയിൽ വെട്ടുന്നത്. ഈ ലൈനിങ് വെട്ടുന്നത് നമ്മൾ നോർമൽ ബ്ലൗസിൽ വെട്ടിയതുപോലെ തന്നെയാണ് എല്ലാം മാർക്ക് ചെയ്യുന്നത്. ഇത് 38 ഇഞ്ചിൻ്റെ ബ്ലൗസാണ്. ഇതിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് നമ്മൾ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുന്നത് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ബാക്കിയെല്ലാം നോർമൽ ബ്ലൗസിൽ വെട്ടിയതുപോലെ തന്നെയാണ്. ഒരു വര വരച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ ഹൈറ്റ് മാർക്ക് ചെയ്യും. എത്രയാണോ ലെങ്ത് വേണ്ടത് അത്. 38 ഇഞ്ച് ആയതുകൊണ്ട് ഞാൻ ഷോൾഡർ 6 ഇഞ്ചാണ് എടുക്കുന്നത്. 6 ഇഞ്ച്, കൈക്കുഴി 6 ഇഞ്ച്, അങ്ങനെയാണ് എടുക്കുന്നത്. ഇതുപോലെ ലെവൽ ചെയ്തിട്ട് നമ്മൾ 6 ഇഞ്ച് കഴുത്ത് മാർക്ക് ചെയ്തു. 6 ഇഞ്ച് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് ഇവിടെ 6 ഇഞ്ച് ലെവൽ ചെയ്തത്. ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ചെസ്റ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമുക്ക് 3 ഇഞ്ച് കഴുത്തകലം. ഇത് 38 ഇഞ്ചായതുകൊണ്ട് 9.5 ഇഞ്ചാണ് കഴുത്തിറക്കം വരുന്നത്. അവർക്ക് 1/2 ഇഞ്ച് കുറച്ച് മതി എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ 9 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. താഴെ 3.5 ഇഞ്ച്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് അതിൻ്റെ നേരെ കൈക്കുഴിയുടെ കഴുത്തിൻ്റെ റൗണ്ട് വരയ്ക്കുക. ഇനി നമ്മൾ 38 ഇഞ്ചല്ലേ, അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുമ്പോൾ 42, അതിൻ്റെ 4/1 എത്രയാണ്? 10.5 വരുന്നത്. അപ്പം നമ്മൾ നോർമൽ ബ്ലൗസിൽ നമ്മൾ 10.5 എടുത്തത് എങ്ങനെയാണ്? കഴുത്തിൻ്റെ ഇറക്കം എവിടെയാണോ വരുന്നത് അവിടെ വെച്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത്. പക്ഷേ നമ്മൾ ഒരു ലൈനിങ് ബ്ലൗസിൽ ഇതുപോലെ നേരെ വച്ചിട്ടാണ് ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അപ്പോൾ 12.5. അതേ 12.5 നമ്മൾ താഴെ മാർക്ക് ചെയ്യും. ഇവിടെ ചെസ്റ്റ് ലൈൻ നേരെ വെച്ച് മാർക്ക് ചെയ്തത് എന്തെന്ന് വെച്ചാൽ ലൈനിങ് ബ്ലൗസ് അല്ലേ, നമുക്ക് വലിയത്തില്ല. അത് നോർമൽ ബ്ലൗസ് നമുക്ക് ഇടുമ്പോഴത്തേക്ക് നല്ല വലിഞ്ഞ് വരും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഇതുപോലെ കൈക്കുഴി മാർക്ക് ചെയ്തു. എന്നിട്ട് ആം ഹോൾ കറക്റ്റാണോ നോക്കുക. ഓക്കെ, കറക്റ്റ്. സെയിം നോർമൽ ബ്ലൗസ് വെട്ടിയ അതേ മെത്തേഡ് തന്നെയാണ്. ചെസ്റ്റ് ലൈനിൻ്റെ അവിടെ മാത്രം ഒരു വ്യത്യാസം വരുത്തിയെന്നേ ഉള്ളൂ. എന്നിട്ട് അവിടെ ഒരു നോച്ചസ് ഇടുന്നു. ഇവിടെ താഴെയും അതുപോലെ ഒരു നോച്ചസ് ഇട്ടു. ഇനി അതുപോലെ ഫ്രണ്ട് പീസ് കറക്റ്റ് അടുത്ത് വെച്ച് എല്ലായിടവും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് അവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ സൈഡിലും ഇട്ടു. ഇനി 6.5 ഇഞ്ച് കഴുത്തിറക്കാം. 6.5 ഇഞ്ച് കഴുത്തിറക്കം, 3.5 ഇഞ്ച് കഴുത്തകലം താഴെ മാർക്ക് ചെയ്തു. എന്നിട്ട് 3 ഇഞ്ചുമായിട്ട് ഈ 3.5 ഇഞ്ച് ഇതുപോലെ യോജിപ്പിക്കും. താഴെ ശകലം ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കും. 1/4 ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് 10.5 ഇഞ്ചാണ് ഞാൻ ഡോട്ടിന് ലെങ്ത് എടുക്കുന്നത്. 10.5 + 3 13.5 ഇഞ്ചാണ് നമ്മൾ ഡോട്ടിന് മാർക്ക് ചെയ്തത്. ഡോട്ടിന് വേണ്ടിയിട്ടുള്ള പോയിൻ്റ് കണ്ടുപിടിക്കാനുള്ള വീതി അറിയാലോ. 3 ഇഞ്ച് കഴുത്തകലം, ഷോൾഡറിൻ്റെ ഹാഫ്. ഓക്കെ, അങ്ങനെ പോയിൻ്റ് എടുത്തു. അപ്പോൾ ഇനി ബെൽറ്റിൻ്റെ അവിടെ നമ്മൾ 1.5 ഇഞ്ചാണ് ഞാൻ മുകളിലോട്ട് എടുത്തത്. അപ്പോഴെനിക്കവിടെ 3.5 കിട്ടി. അതേ 3.5 ഇവിടെയും മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ ഷേപ്പ് ഇതുപോലെ വരച്ചു കൊടുക്കുക. അവിടെ 3.5 വന്നത്, അപ്പം 1/2 ഇഞ്ച് കൂട്ടി 4 ഇഞ്ച് ബെൽറ്റിന് വേണ്ടിയിട്ട് എഴുതിയിട്ടു. ഇനി ഫ്രണ്ട് കൈക്കുഴി ശകലം ഒന്ന് കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തു. ഇനി ഇതേ ഷേപ്പിനങ്ങ് വെട്ടിയെടുക്കുക. ഓക്കെ, ഇനി അടുത്ത് സ്ലീവ് താഴെ തുണിയൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്യും. കയറി ഇറങ്ങി നല്ലപോലെ ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് കറക്റ്റാണ് വരച്ചിട്ടൊന്ന് ലെവൽ ചെയ്യുക.
ലെവൽ ചെയ്തതിന് ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, ലൈനിങ് അല്ലേ, ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് അവിടെ 1/2 ഇഞ്ച് മതി. തയ്യൽ തുമ്പ് വിട്ടിട്ട് ഹൈറ്റ് ഇത് 9, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 9.5, റൈറ്റ് സൈഡിൽ 9.5 വെച്ചിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നിന്നൊരു 1.5, അത് കഴിഞ്ഞിട്ട് താഴോട്ട് ഷേപ്പ് കൊടുക്കുക. വീതി നോക്കുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി കൈവണ്ണം കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വെട്ടിയെടുക്കുക. ഇനി തുണിയിൽ വെച്ചിട്ടാണ് ഇനിയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തുണികളിൽ പ്രിൻ്റ് ഡിസൈൻ എങ്ങനെ വരുന്നത് അതൊക്കെ നോക്കി വേണം നമ്മൾ തുണി മടക്കി ഇടാനായിട്ട്. നേരെയാണോ തലകുത്തനാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം മടക്കിയിടാൻ. താഴെ സ്ലീവ് ബോർഡർ അവിടെ ഉള്ളതുകൊണ്ട് ബോർഡർ കണക്കാക്കി ലൈനിങ് വെച്ചു. ഇനി ഇപ്പോൾ ബാക്ക് പീസ് ഞാൻ വെട്ടുന്നത് തിരിച്ചല്ലേ. ഇത് കണ്ടോ ഇങ്ങനെ വച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഡിസൈൻ മേളിലോട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ ഡിസൈൻ കണക്കാക്കിയാണ് ഞാൻ ലൈനിങ് പീസ് ഇങ്ങനെ മേളിലോട്ട് വെച്ചത്. ഇനി ഫ്രണ്ട് പീസ് നമുക്ക് എവിടെയാണോ എങ്ങനെ വെച്ചാലാണ് കറക്റ്റായി ഇരിക്കുന്നത് നോക്കിയിട്ട് അത് കണക്കാക്കി ഫ്രണ്ട് പീസ് വയ്ക്കുക. അതുപോലെ കറക്റ്റ് വെച്ചിട്ട് ഇനി അങ്ങ് വെട്ടിയെടുത്താൽ മതി. ലൈനിങ് ബ്ലൗസിന് ഇത്രയുള്ള പ്രത്യേകതകൾ. എക്സ്ട്രാ ഇട്ട് വേണം പീസ് വെട്ടിയെടുക്കാൻ. നമ്മൾ ലൈനിങ് പീസിനെക്കാളും കുറച്ചുകൂടെ എക്സ്ട്രാ ഇട്ട് വേണം നമ്മൾ നല്ല തുണി വെട്ടാനായിട്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ കഴുത്തൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ലൈനിങ് ബ്ലൗസിൻ്റെ കഴുത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഷോൾഡർ എങ്ങനെയാണ് മാർക്ക് അടിക്കുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട് സ്റ്റിച്ചിങ് വീഡിയോയിൽ കേട്ടോ. അതിനെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരും. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്, നമ്മൾ നോർമൽ ബ്ലൗസിൽ ചെയ്തതുപോലെ തന്നെയാണ്. ഇതിൽ കഴുത്തിൽ ഹെമ്മിങ് ചെയ്യുന്നില്ല, പകരം അടിച്ചു മറിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.